ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. കുറേ നാളായിട്ട് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന വളരെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഇനി ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതിന് ഓവനോ മിക്സിയോ ഒന്നും വേണ്ട. കണ്ടല്ലോ, ഓവൻ സെറ്റപ്പിലാണ് ചെയ്യുന്നത്. എല്ലാം കൂടി ഒരു പാത്രത്തിലോട്ടിടുക, മിക്സ് ചെയ്യുക, ബേക്ക് ചെയ്യുക, കഴിക്കുക. കണ്ടല്ലോ, നല്ല പഞ്ഞി പോലുള്ള കേക്കാണ്. കൊച്ചു കുട്ടികൾക്ക് പോലും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായോ എന്ന് അറിയിക്കുകയും ചെയ്യണേ. ആദ്യമായിട്ട് ഞാനതിന് ആ പാത്രത്തിലോട്ട് എടുത്തിരിക്കുന്നത് 1 കപ്പ് ലെവലായിട്ട് മൈദയും 1 കപ്പ് ലെവലായിട്ട് പൊടിച്ച പഞ്ചസാരയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 നുള്ള ഉപ്പും 1/2 കപ്പ് കൊക്കോ, അതായത് 8 ടേബിൾ സ്പൂൺ എന്ന് ലെവലായിട്ട് വരുമ്പോൾ 1/2 കപ്പ് കൊക്കോയാണ്. ഇതെല്ലാം കൂടെ നമ്മൾ ഒന്ന് ഇടയണം. അല്ലാന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടിൽ എളുപ്പത്തിൽ ഈ ഒരു വയർ വിസ്ക് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തേച്ചാൽ മതി കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കഴിയുമ്പോഴേക്കും സ്പാച്ചുല കൊണ്ടോ ഒരു സ്പൂൺ കൊണ്ടോ വല്ലതും ആ പൊടി നടുഭാഗത്തു നിന്നൊന്ന് മാറ്റി കൊടുത്തിട്ട് ആ നടുഭാഗത്തോട്ട് റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട പൊട്ടിച്ചൊഴിക്കണേ. പിന്നെ നമ്മൾ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. 1/4 കപ്പും 1 ടേബിൾ സ്പൂണും കൂടെയാണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. പിന്നെ ചേർത്ത് കൊടുക്കാനുള്ളത് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് വിസ്ക് കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ അങ്ങ് അടിച്ച് പതപ്പിക്കുകയൊന്നും വേണ്ട. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയാലും മാത്രം മതിയേ. ഇനി നമ്മൾ എടുക്കേണ്ടത് 1/4 കപ്പും 1 ടേബിൾ സ്പൂണും കൂടെ നല്ല ചൂടുവെള്ളമേ, ആവി പറക്കുന്ന കണ്ടല്ലോ, അതിലോട്ട് 1 ടീസ്പൂൺ ലെവലായിട്ട് നമ്മുടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇല്ലേ, നമ്മൾ കട്ടൻ കാപ്പി കുടിക്കുന്ന പൊടിയല്ല, അല്ലാത്ത ബ്രൂവ് നെസ്കഫെ ഒക്കെ ഉണ്ടല്ലോ, അതും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പെട്ടെന്ന് അതിലോട്ട് ഒഴിക്കുക. പെട്ടെന്ന് തന്നെ ഇളക്കുകയും ചെയ്യുക. നിങ്ങൾ മുട്ട വെന്ത് പോകുമല്ലോ എന്ന് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ, ഒരു കുഴപ്പവും വരത്തില്ല. പിന്നെ നമ്മൾ എടുത്ത് റെഡിയാക്കി വെക്കേണ്ടത് 1/4 കപ്പും 1 ടേബിൾ സ്പൂണും കൂടെ പാലാണ്, അതും റൂം ടെമ്പറേച്ചറിലുള്ളത്. അതും കൂടെ ഇതിൻ്റെ ഒപ്പം ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ബാറ്റർ റെഡി. പക്ഷേ നമ്മൾ കേക്ക് ടിന്നിലോട്ട് ഈ ബാറ്റർ ഒഴിച്ചിട്ട് ബേക്ക് ചെയ്യാൻ വെക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. അപ്പോഴൊക്കെ പെട്ടെന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല നല്ല വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. നമ്മൾ വിസ്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എന്നാലും ആ ബോളിൻ്റെ അടിഭാഗത്തൊക്കെ എന്തെങ്കിലും പറ്റിപ്പിടിച്ചിരിപ്പുണ്ടോ എന്ന് അറിയില്ലല്ലോ, പൊടിയോ പഞ്ചസാരയുടെ പൊടിയോ വല്ലതും. അതുകൊണ്ട് സ്പാച്ചുലായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ എന്നാ ചെയ്യുന്നതെന്നറിയാമോ, ഒരു കൊച്ചു ബോളിലേക്ക് 1 ടീസ്പൂൺ വൈറ്റ് വിനീഗറാണ് ഒഴിച്ചത്. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ഒഴിക്കുമ്പോഴത്തേക്ക് നന്നായിട്ടൊന്ന് പതഞ്ഞു വരും. അത് രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ആ കേക്ക് ബാറ്ററിലോട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണേ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബേക്ക് ചെയ്യാൻ വെക്കാനായിട്ട് താമസിക്കില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ ഗ്രീസ് ചെയ്ത ബട്ടർ പേപ്പറൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന പാനിലോട്ട് ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ബേക്ക് ചെയ്യാനായിട്ട് വെക്കണേ. അതുപോലെ നിങ്ങൾക്ക് വിനീഗർ ചേർക്കാൻ താല്പര്യമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് പൗഡർ ചേർക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ 1 ടീസ്പൂൺ ലെവലായിട്ട് ബേക്കിംഗ് സോഡയും കൂടി അങ്ങ് ചേർത്താൽ മതിയേ. ഞാൻ പറഞ്ഞല്ലോ, ഓവനിലല്ല ഞാൻ ബേക്ക് ചെയ്യാൻ വെക്കുന്നതെന്ന്. പഴയ ഒരു വലിയ നോൺ സ്റ്റിക്ക് പാനിലാണ് വെക്കുന്നത് കേട്ടോ. ആ നോൺ സ്റ്റിക്ക് പാന് അതിൻ്റെ കറക്റ്റായിട്ടുള്ള അടപ്പ് കൊണ്ട് അടച്ച് ഒരു 5 മിനിറ്റ് നല്ല ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 5 മിനിറ്റ് വെച്ചാൽ മതിയേ. ഇപ്പം നമ്മൾ ഗ്രീസ് ചെയ്ത ബട്ടർ പേപ്പറൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പാനിലോട്ട്, ഞാൻ 7 ഇഞ്ചിൻ്റെ പാനാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് നമ്മുടെ ബാറ്റർ മുഴുവൻ ഒഴിച്ചിട്ട് നല്ലതായിട്ട് 3-4 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്യണേ. അതുപോലെ എൻ്റെ കയ്യിൽ സ്ക്യൂർ ഇല്ലായിരുന്നു. സ്ക്യൂർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അത് വട്ടത്തിൽ കുറച്ച് പ്രാവശ്യം അതിൻ്റെ താഴ്ഭാഗം തൊടാതെ ഒന്ന് കറക്കി കൊടുത്തു കഴിഞ്ഞാൽ എയർ ബബിൾസ് വല്ലതും ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പോകുമേ. ആ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ച ആ വലിയ നോൺ സ്റ്റിക്ക് പാത്രത്തിൻ്റെ ഏറ്റവും താഴെ ഒരു ചെറിയൊരു വയർ റാക്കും കൊണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ കണ്ടല്ലോ, ആ പാത്രത്തിൻ്റെ അടപ്പിൻ്റെ മുകളിൽ ചെറിയൊരു ഹോളുണ്ട്. അത് അലൂമിനിയം ഫോയിൽ ചുരുട്ടിയിട്ട് അതും അങ്ങ് അടച്ചിട്ട് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ആ പാത്രത്തിലോട്ട് വെച്ച് അടപ്പടച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉടനെ അങ്ങ് മീഡിയം ഫ്ലെയിമിലാക്കി കേട്ടോ. പ്രീഹീറ്റ് ചെയ്യാൻ മാത്രമാണ് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചത്. ഒരു 20-25 മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്ക് തന്നെ നല്ല മണം വന്നു. അപ്പോൾ ഒരു 25 മിനിറ്റ് ആയപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ ശരിക്കായിട്ടില്ലായിരുന്നു. ഒരു 35 മിനിറ്റ് ആയപ്പോഴത്തേക്കാണ് കറക്റ്റായിട്ട് ബേക്ക്ഡ് ആയിട്ട് വന്നത്.
ടൈമിനൊക്കെ ചിലപ്പം വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരും. കാരണം നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കുന്നത് എത്ര വലുപ്പമുള്ള പാത്രമാണ്, ഏത് ഫ്ലെയിമിലാണ് നിങ്ങൾ വെക്കുന്നത്. മീഡിയം ഫ്ലെയിം എന്ന് പറഞ്ഞാലും ഓരോരുത്തരുടെയും മീഡിയം ഫ്ലെയിമിന് വ്യത്യാസം കാണുമല്ലോ. പിന്നെ ഇത് ചൂടൊക്കെ ഒന്ന് പോയി കഴിഞ്ഞിട്ട് ഇത് ആ പാത്രത്തിൽ നിന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാവുള്ളേ. അല്ലെങ്കിൽ ചിലപ്പം ആ പാത്രത്തിൻ്റെ സൈഡിൽ പറ്റിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ബട്ടർ പേപ്പറൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നാലും ഈ കേക്ക് ശരിക്കും ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ പിറ്റേ ദിവസമാണ് കുറേ കൂടെ ടേസ്റ്റ് ആവുന്നത് കേട്ടോ. ശരിക്കും ടേസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ ഒരു 2 ദിവസം ഇരിക്കണം. പക്ഷേ അതിനുള്ള ക്ഷമ വീട്ടിലുള്ളവർക്ക് കാണുമോ എന്നുള്ളതേ സംശയമുള്ളൂ. കാരണം ഇത് ബേക്ക് ചെയ്യുമ്പോൾ തൊട്ട് അസാധ്യ മണമാണേ. ഇപ്പം ദേ കണ്ടല്ലോ, നല്ല ഡാർക്ക് കളറിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക്. എനിക്ക് ഈ ചോക്ലേറ്റ് കേക്ക് ഇങ്ങനെ കേക്കായിട്ട് കഴിക്കുന്നതിലും എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നാണെന്നറിയാമോ, ചെറിയ ചൂടുള്ള ഒരു പീസ് കേക്ക് എടുത്തിട്ട് അതിന് മുകളിൽ ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീമും കൂടെ ചേർത്ത് കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ സാധിക്കുന്ന എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക്